ഹായ് ഓൾ, KPS വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെമ്പനീർ പൂവിൻ്റെ അടുത്ത ഭാഗമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അതിനു മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്നതാണെങ്കിൽ ഫസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ അടുത്ത ഭാഗം എന്താണെന്ന് നോക്കാം. ചന്ദ്ര രേവതിയോട് പറയാണ്, മുഹൂർത്തത്തിനും താലിക്കും ഒന്നുമല്ല പ്രശ്നം, നിൻ്റെ രാശിയാ പ്രശ്നം എന്നാണ് അവളോട് പറയുന്നത്. എത്ര താലി മാറ്റി കെട്ടിയാലും നീ ഇവിടെ ഉള്ളിടത്തോളം കാലം കഷ്ടകാലം മാറില്ല. നീ കാരണം ഇനി ഇവിടെ എന്തൊക്കെയാ നടക്കാൻ പോകുന്നതെന്ന് കണ്ടു തന്നെ അറിയാം എന്നും പറഞ്ഞിട്ട് അവർ അവിടെ നിന്നും പോയി. പാവം രേവതി അതൊക്കെ ആലോചിച്ചിട്ട് അവർ പറഞ്ഞതൊക്കെ ചിന്തിച്ചിട്ട് അവിടെ നിന്ന് കരയാണ്. പിന്നെ കാണിക്കുന്നത് ശ്രുതിയെയാണ്. ശ്രുതിയുടെ വീട്ടിലാണല്ലോ അവർ നിന്നിട്ടുള്ളത്, അമ്മയും അവളുടെ മകനും. അപ്പോൾ അവൾ വിളിച്ചു പറയാണ്, അമ്മ പെട്ടെന്ന് ഇറങ്ങി, എനിക്ക് പോകണം ധൃതിയായി എന്ന് പറയാണ്. അപ്പോഴാണ് ആദ്യം വന്നിട്ട് പറയുന്നത്, ആൻറ്റി ഈ ഷർട്ട് ഒന്ന് ഇട്ട് തരുമോ എന്ന്. അപ്പോൾ അവർ പറയാണ്, നീ ഇട്ടടാ എന്ന് പറയുന്നു. ആൻറ്റി ഇട്ടുതാ. അപ്പോൾ മറ്റേ കുട്ടി പറയാണ്, ഒന്ന് ഇട്ട് കൊടുക്കണ്ടേ ശ്രുതി, നീ ചുമ്മാതിരിക്ക്, അവനെ അങ്ങനെ ലാളിച്ച പ്രശ്ന. ആൻറ്റി ഒന്ന് ഷർട്ട് ഇട്ടുതാ. അത് ശാഠ്യം പിടിക്കുകയാണ്. ഷർട്ടിട്ട് താ ആൻറ്റി, ഒന്ന് ഷർട്ടിട്ട് താ ആൻറ്റി എന്ന് പറഞ്ഞിട്ട് സഹികെട്ട് അവൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അവരൊക്കെ നോക്കി നിൽക്കുകയാണ് ആ സ്നേഹത്തോടെയോടെയുള്ള ഇട്ട് കൊടുക്കൽ കണ്ടിട്ട്. ശ്രുതി പറയാണ് ആദ്യയോട്, സ്കൂളിൽ എല്ലാ ദിവസവും പോകണം, മടി കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല നല്ല ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. നന്നായി പഠിക്കണം മോൻ എന്നൊക്കെ പറയുമ്പോൾ കുട്ടി പറയാണ്, ഒരു ദിവസം ആൻറ്റി സ്കൂളിൽ വരണം. എന്തിന്? എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും അവരുടെ അമ്മമാരെയും കൂട്ടിയിട്ടാണ് വരിക. നിനക്ക് മാത്രം അമ്മയില്ല എന്ന് പറഞ്ഞ് എന്നെ എല്ലാവരും കളിയാക്കും. ആൻറ്റി വന്നു കഴിഞ്ഞാൽ അവരെന്നെ കളിയാക്കുന്നത് നിർത്തും. വരുമോ ആൻറ്റി? അപ്പോൾ അവൾ വിഷമത്തിലായി. അവൾക്ക് അത്രയല്ലേ താല്പര്യമുള്ളൂ. അപ്പോൾ അമ്മയും മറ്റേ കുട്ടിയും അവളെ തന്നെ നോക്കുവാണ്. ഒരു ദിവസം ആൻറ്റി വരാം. ഇനി നിന്നെ ആരെങ്കിലും കളിയാക്കിയാൽ ടീച്ചറോട് പറഞ്ഞാൽ മതി കേട്ടോ. ശ്രുതി, പുറത്ത് ഓട്ടോ വന്നിട്ടുണ്ട്, വെയിറ്റ് ചെയ്യുക. എന്നാൽ ഞങ്ങളുടെ ഓട്ടോയിൽ നീയും വാ കല്യാണി, എനിക്കൊരു ഫംഗ്ഷന് പോകാനുണ്ട് അമ്മേ. അമ്മ അവളെ കല്യാണി എന്നാണ് വിളിക്കുന്നത്. അമ്മയെയും മോനെയും ഞാൻ ഓട്ടോയിൽ കയറ്റി വിടാം. ഞാനും മീരയും സ്കൂട്ടറിലാണ് പോകുന്നത്. മീരയോട് പറയാണ് കൊണ്ടാക്കി കൊടുക്കാൻ ഓട്ടോയിലേക്ക്. അപ്പോൾ അവൾ ആദ്യക്കുട്ടാന്ന് വിളിച്ചിട്ട് അവനെയും കൂടി കൂട്ടിയിട്ട് പോവുകയാണ്. കല്യാണി, ഇനി നിന്നെ കാണുമ്പോൾ നിൻ്റെ വിവാഹം കഴിഞ്ഞിരിക്കും അല്ലേ? വിവാഹം നല്ല രീതിയിൽ നടക്കാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കണം. ഫോട്ടോസും വീഡിയോസും ഒക്കെ മീര എടുക്കുമായിരിക്കുമല്ലോ, അത് എനിക്കും കൂടി ഒന്ന് അയക്കാൻ പറയണം. പറയാം അമ്മേ. അമ്മയുടെ അനുഗ്രഹം വേണം എനിക്ക്. വിവാഹ സമയത്ത് അമ്മ ഉണ്ടാവില്ലല്ലോ, അമ്മ എന്നെ അനുഗ്രഹിക്കണം. അവൾ അമ്മയുടെ കാല് തൊട്ട് വേണ്ടി കുനിഞ്ഞപ്പോൾ അമ്മ കരയുകയാണ്. അവളെ എഴുന്നേൽപ്പിച്ചിട്ട്, നീ ദീർഘ സുമംഗലിയായിരിക്കട്ടെ, നല്ലത് വരും മോളെ, നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ, നന്നായി വരും നീ. പിന്നെ കാണിക്കുന്നത് രേവതിയാണ്. ക്ഷേത്രത്തിൽ തൊഴുതുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ പറയുകയാണ്, ദേവി, എൻ്റെ ജീവിതം ഏത് വഴിക്ക് പോകുമെന്ന് എനിക്കറിയില്ല. ഇഷ്ടപ്പെടാത്ത ആളെ കല്യാണം കഴിക്കേണ്ടി വന്നു, അതോടെ എൻ്റെ ജീവിതം അവസാനിച്ചു എന്ന് കരുതിയതാ ഞാൻ. പേടിയോടെയാ ഞാൻ അയാൾക്കൊപ്പം ജീവിച്ചു തുടങ്ങിയത്. അയാളൊരു ചീത്ത മനുഷ്യനാണെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. എന്നാൽ പതിയെ എനിക്ക് മനസ്സിലായി, ഞാൻ കരുതിയതുപോലെ ഒരാളെയല്ല അദ്ദേഹം എന്ന്. നല്ല ആളാ അദ്ദേഹം. ഇപ്പോൾ സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നിറയെ പ്രശ്നങ്ങൾ വരിക. അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്വന്തം വണ്ടി ഓടിച്ചിരുന്നയാൾ ഇപ്പോൾ വാടകയ്ക്കാണ് ഓടിക്കുന്നത്. കുറേ കാശ് നഷ്ടപ്പെട്ടു. ഇതിനൊക്കെ കാരണം ഞാനാണെന്നാണ് അദ്ദേഹത്തിൻ്റെ അമ്മ പറയുന്നത്. എൻ്റെ രാശിയാത്ര ഇതിനൊക്കെ കാരണം. ഹൃദയത്തിൽ സൂചി കൊണ്ട് കുത്തുന്നത് പോലെയാണ് ഓരോ വാക്കും പറയുന്നത്. ഞാൻ രാശിയില്ലാത്തവളത്രേ. അവൾ കരയുകയാണ്. ഇതൊക്കെ ആരോട് പറയണമെന്ന് എനിക്കറിയില്ല. അതാ ഞാൻ ദേവിയോട് പറയുന്നത്. എൻ്റെ കണ്ണീര് കാണണം, സന്തോഷത്തോടെ ജീവിക്കാൻ ഇടവരുത്തണം. താലി മാറ്റിക്കെട്ടൽ ചടങ്ങോടെ കഷ്ടകാലം മാറും, ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകും എന്നാണ് അച്ഛമ്മ പറയുന്നത്. ആ പ്രതീക്ഷയിലാണ് ഞാനും. ചടങ്ങ് നല്ല രീതിയിൽ നടക്കണം, അതിന് ദേവി എന്നെ അനുഗ്രഹിക്കണം. പിന്നെ കാണിക്കുന്നത് ശ്രുതിയുടെ അമ്മയും മകനും പോയ വണ്ടി ഓട്ടോ നിന്നുപോയി. അപ്പോൾ അവരവിടെ നിർത്തിയിട്ടപ്പോൾ സമയത്ത് അമ്മ ചോദിക്കുകയാണ്, എന്ത് പറ്റി? അപ്പോൾ ഡ്രൈവർ പറയാണ്, എന്താണെന്നറിയില്ല, നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾ നോക്കുകയാണ്. എന്ത് പറ്റി വണ്ടിക്ക് എന്ന് അമ്മ ചോദിക്കുന്ന സമയത്ത് അയാൾ പറയുകയാണ്, വീണ്ടും ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കിയിട്ട് എന്താ പറ്റിയെന്ന് അറിയില്ല, വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകേണ്ടി വരുന്നതാണ് തോന്നുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇവിടെ അടുത്താണ് ബസ് സ്റ്റോപ്പ്, അവിടെ ബസ്സിൽ കയറിയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. അവർ ഓട്ടോൻ്റെ കാശും നൽകിയിട്ട് ബസ് കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കുട്ടി ചോദിക്കുകയാണ്, അമ്മുമ്മേ, ആൻറ്റിയുടെ വീട്ടിലേക്ക് ഇനിയും പോവുകയാണോ? അല്ല, നമ്മുടെ വീട്ടിലേക്കാണ് പോകുന്നത്. ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് ബസ് കയറി പോകാം. എനിക്ക് കാല് വേദനിക്കുന്നു അമ്മുമ്മേ, നടക്കാൻ വയ്യ. അയ്യോ പിണങ്ങല്ലേ ആദിക്കുട്ടാ, കുറച്ചല്ലേ നടക്കാനുള്ളൂ, വാ എന്ന് പറഞ്ഞിട്ട് അവർ പോവുകയാണ്.
അപ്പോഴാണ് അതുവഴി രേവതി വരുന്നത് കണ്ടത്. അപ്പോൾ ആദി പറയാണ്, ദേ രേവതി ആൻറ്റി, ആൻറ്റി എന്ന് വിളിച്ച് അവളുടെ അടുത്തേക്ക് പോവാണ്. ആൻറ്റി, ആദി മോനെ, ആദിക്കുട്ട, നീ സുഖമായിട്ടിരിക്കുന്നാടാ? മോളെന്താ ഇവിടെ? എൻ്റെ വീട് ഇവിടെ അടുത്താ. നിങ്ങളെന്താ ഇവിടെ? എൻ്റെ മോളെ കാണാൻ വന്നതാ. അവളിവിടെയാ ജോലി ചെയ്യുന്നത്. നാട്ടിൽ പോകാൻ ഇറങ്ങിയതാ. അപ്പോൾ അവൾ ഓട്ടോയിൽ കയറ്റി വിട്ടതാണ്. ഓട്ടോ വഴിക്കായി എന്തോ തകരാറ്. പിന്നെ ബസ് സ്റ്റാൻഡ് അടുത്താണല്ലോ, അപ്പോൾ ബസ് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് വരിക. അപ്പോൾ രേവതി പറയാണ്, നന്നായി, അതുകൊണ്ട് എനിക്കിപ്പോൾ നിങ്ങളെ കാണാൻ പറ്റിയല്ലോ. അച്ചമ്മയുടെ അടുത്ത് നിന്ന് പെട്ടെന്ന് വരേണ്ടി വന്നു. നിങ്ങളെ കണ്ട് യാത്ര പറയാൻ പറ്റിയില്ല. സച്ചി എന്ത് പറയുന്നു? സുഖമാണല്ലോ അല്ലേ? മോൾക്ക് സുഖമാണല്ലോ അല്ലേ? ആ, സുഖം. മോളെവിടെ പോയിട്ട് വരിക? ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരിക. അപ്പോൾ അവിടുത്തെ പോലെ തന്നെ ഇവിടെയും എപ്പോഴും അമ്പലത്തിൽ പോയിട്ട് വരിക അല്ലേ? ആരോടെങ്കിലും ഒന്ന് മനസ്സ് തുറക്കണമല്ലോ ആൻറ്റി. എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോളെ? ആ, അതേ ഉള്ളൂ, എല്ലാം പിന്നീട് പറയാം. രണ്ടുപേരും വാ, വീട്ടിൽ പോവാം. അയ്യോ, വീട്ടിൽ പോയിട്ട് അത്യാവശ്യമുണ്ട് മോളെ, ഞങ്ങൾ പിന്നീട് ഒരു ദിവസം വരാം. ഇപ്പം ഞങ്ങൾ പോട്ടെ മോളെ. അത് വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. എൻ്റെ താലി മാറ്റിക്കട്ടൽ ചടങ്ങാ. ആണോ? നല്ലത് തന്നെ, ഒരുപാട് സന്തോഷം മോളെ. അതുകൊണ്ടാണ് ഞാൻ വീട്ടിലേക്ക് വരാൻ പറഞ്ഞത്. ചടങ്ങിൽ പങ്കെടുത്ത് ആൻറ്റി ഞങ്ങളെ അനുഗ്രഹിക്കണം. അപ്പോൾ ആദ്യം പറയാണ്, അമ്മുമ്മേ, നമുക്ക് രേവതി ആൻറ്റിയുടെ വീട്ടിൽ പോകാം. അത് പിന്നീടൊരു ദിവസം പോകാം. പറഞ്ഞില്ലേ മോളെ, വീട്ടിൽ ചെന്നിട്ട് അത്യാവശ്യമുണ്ട്. കുറച്ച് സമയത്തെ കാര്യമല്ലേ ഉള്ളൂ. വീട്ടിൽ വാ, ചടങ്ങ് കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞിട്ട് പോകാം അല്ലേ ആദിക്കുട്ടാ? അച്ഛമ്മയൊക്കെ വന്നിട്ടുണ്ട്. ആദിമോനെ കാണുമ്പോൾ അച്ഛമ്മയ്ക്ക് വലിയ സന്തോഷമാവും. ആദിമോനെ കാണണമെന്ന് അമ്മ കുറേ തവണ പറഞ്ഞിരുന്നു. കാര്യം എന്നെ അന്ന് കുളത്തിൽ വീണപ്പോൾ രക്ഷിപ്പിക്കാൻ വേണ്ടിയിട്ട് കാരണം ആദിമോനല്ലേ? അല്ലേ മോനെ? ഒരു ആക്സിഡൻറ്റിൽ നിന്ന് മോള് ഇവനെയും രക്ഷിച്ചില്ലേ? മോള് കൃത്യസമയത്ത് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇവൻ എന്താകുമായിരുന്നു? നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ എന്തോ ഒരു ബന്ധമുണ്ട് അല്ലേ രേവതി? ആദിമോനെ കാണുമ്പോൾ എൻ്റെ കൂടെയുള്ള എൻ്റെ വീട്ടിലുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വീട്ടിൽ വരാതെ പോവല്ലേ. ചടങ്ങിൽ പങ്കെടുത്തിട്ട് എന്നെ അനുഗ്രഹിച്ചിട്ടേ പോവാവൂ കേട്ടോ. എന്ത് തിരക്കുണ്ടെങ്കിലും അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് വരണം. അത് പ്ലീസ് ആൻറ്റി, പ്ലീസ്. അപ്പോൾ അമ്മ മനസ്സിലാലോചിക്കുകയാണ്. സ്വന്തം മോള് അവളുടെ കല്യാണത്തിന് വരണ്ട എന്ന് പറയുന്നു. ഈ കുട്ടിയാണെങ്കിലും അവളുടെ ചടങ്ങിന് പോകാൻ വേണ്ടി പറയുന്നു. എന്താ ആൻറ്റി ആലോചിക്കുന്നേ? ഏയ്, ഒന്നുമില്ല. വാ ആൻറ്റി, വീട്ടിൽ പോകാം. ശരി മോളെ, ഞങ്ങൾ വരാം. നല്ല അമ്മൂമ്മ. പിന്നെ കാണിക്കുന്നത് ചന്ദ്രയാണ്. ചന്ദ്രയുടെ അടുത്ത് അവരുടെ ഫ്രണ്ട് കൂടിയുണ്ട്. അപ്പോൾ അവർ ചോദിക്കുകയാണ്, നീ എന്താ ഒന്നും ചെയ്യാതെ മാറി നിൽക്കുന്നേ? ഞാനെന്ത് ചെയ്യാനാ? അല്ല, കുറച്ച് കഴിഞ്ഞ് താലി മാറ്റിക്കെട്ടൽ ചടങ്ങ് നടക്കുകയല്ലേ. എന്തൊക്കെ ജോലിയുണ്ട് ചന്ദ്രേ. നിർബന്ധമാണെങ്കിൽ നീ ചെന്ന് ചെയ്യ്. എന്നെക്കൊണ്ടൊന്നും വയ്യ. എൻ്റെ ബാമേ, ഈ ചടങ്ങിൻ്റെ ഇടയിൽ ഇപ്പോൾ ഈ ചടങ്ങിൻ്റെ ആവശ്യമുണ്ടോ? സുധിയുടെ കല്യാണത്തിൻ്റെ ഇടയിൽ എന്തിനാ ഇപ്പം ഇങ്ങനെ ഒരു ചടങ്ങ് ഇതിനിടയിൽ കൊണ്ടുവച്ചത്? താലി മാറ്റി കെട്ടിയത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എല്ലാം ശരിയാവുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നേ? എന്ത് ശരിയാവാൻ? എന്തായാലും വീട്ടിലിങ്ങനെ ഒരു ചടങ്ങ് നടക്കുമ്പോൾ നീ ഇങ്ങനെ മാറിയിരിക്കുന്നത് ശരിയല്ല. ആ പൂവ് കെട്ടുന്നവർക്കായിട്ട് ഞാൻ ജോലി ചെയ്യണമെന്നോ? എന്നെക്കൊണ്ടൊന്നും പറ്റില്ല. എല്ലാത്തിനും എൻ്റെ അമ്മായിയമ്മയെ പറഞ്ഞാൽ മതി. അവരാ ഇതിൻ്റെയൊക്കെ ഏർപ്പാടൊക്കെ ചെയ്തത്. എന്നെ വരച്ച വരയിൽ നിർത്തിയിരിക്കുക. അപ്പോഴാണ് രേവതിയും ആദിയും അവൻ്റെ അമ്മൂമ്മയും വന്നിട്ട് ഓട്ടോയിൽ ഇറങ്ങിയത്. അപ്പോൾ ആദി ചോദിക്കുകയാണ്, ഇത് ആൻറ്റിയുടെ വീടാ? അതേ മോനെ. ഭാമയും ചന്ദ്രയും ഇത് കണ്ട് നോക്കി നിൽക്കുകയാണ്, അവരാരാണ് ഇറങ്ങുന്നതെന്ന് കണ്ടിട്ട്. ചന്ദ്ര ചോദിക്കുകയാണ് ഭാമയോട്, ആരാ ഇവർ? ആരെ കൂട്ടിയാണ് വന്നിരിക്കുന്നേ? അപ്പോഴാണ് അച്ചമ്മയും അങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ആദ്യം അച്ചമ്മയെ കണ്ടപ്പോൾ തന്നെ അച്ചമ്മേ എന്ന് വിളിച്ച് അച്ചമ്മയുടെ അടുത്ത് പോയി. അല്ല, ആരാ ഇത്? ആദിക്കുട്ടനോ? അച്ചമ്മ ചോദിക്കുക. ഇത് അച്ചമ്മയുടെ ആൻറ്റിയുടെയും വീടാ? പിന്നെ അല്ലാതെ. അച്ചമ്മ, ഇത് ആദിയുടെ അച്ചമ്മ, വിമല ആൻറ്റി. ഒരേ നാട്ടിലാണെങ്കിലും നമ്മളിതുവരെ കണ്ടിട്ടില്ല അല്ലേ? അച്ചമ്മ ചോദിക്കുക. അവിടെ എൻ്റെ തറവാട് വീടാ. അനിയത്തി അവിടെ താമസിക്കുന്നത്. ഞാനിവനെയും കൂട്ടി വല്ലപ്പോഴുമേ അവിടേക്ക് പോകാറുള്ളൂ. രവി, നാട്ടിൽ വന്നപ്പോൾ രേവതി കുളത്തിൽ വീണ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അന്ന് തക്ക സമയത്ത് വന്ന് രേവതിയെ രക്ഷിച്ചത് സച്ചിയെ കൂട്ടിക്കൊണ്ട് വന്ന് ഈ കുഞ്ഞാ. ആഹാ, കൊള്ളാലോ. ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് അച്ഛൻ അവനെയും കൂട്ടി അങ്ങോട്ടേക്ക് പോയി. അപ്പം നീയാണല്ലോ ഹീറോ അല്ലേ? ബോളെടുക്കാൻ പോയപ്പോൾ രേവതി ആൻറ്റി കുളത്തിൽ വീണു. ആൻറ്റിക്ക് നീന്താൻ അറിയില്ല. മുങ്ങി താഴ്ന്നത് കണ്ടപ്പോൾ ഞാൻ ഓടിച്ചെന്ന് സച്ചി അങ്കിളുടെ അടുത്ത് പോയി പറഞ്ഞു. അങ്കിൾ ഓടി വന്ന് കുളത്തിൽ ചാടി ആൻറ്റിയെ രക്ഷിച്ചു. മിടുക്കൻ. എന്താ മോൻ്റെ പേര്? ആദി.
നല്ല പേര് കേട്ടോ. ആദ്യം ചെന്ന് സച്ചേട്ടനെ കൂട്ടിക്കൊണ്ടാന്ന് വന്നില്ലെങ്കിൽ ഞാനിപ്പോൾ ജീവനോടെ ഉണ്ടാവില്ല. രേവതി പറയാണ്. കുട്ടികളുള്ളിടത്ത് ദൈവം ഉണ്ടെന്നാ പറയുക. ദൈവ ഈ കുഞ്ഞിൻ്റെ രൂപത്തിൽ വന്ന് മോളെ രക്ഷിച്ചത്. ഇവർ മോൻ്റെ അമ്മമ്മയാ, വിമലാൻ്റി. ഈ നാട്ടിലാ താമസം? അല്ല, ഞാൻ മണത്തറയാ താമസം. ഇവിടുന്നൊരു 10-40 കിലോമീറ്റർ ദൂരമുണ്ട്. ഇവിടെ എൻ്റെ മോളിവിടെ അടുത്താ ജോലി ചെയ്യുന്നത്. അവളുടെ അടുത്ത് പോയിട്ട് മടങ്ങും വഴിയാ രേവതിയെ കണ്ടത്. രേവതി പറഞ്ഞു, ചടങ്ങ് നടക്കുകയല്ലേ അച്ഛമ്മേ, അപ്പോൾ അതിൽ പങ്കെടുത്തിട്ട് പോയാൽ മതിയെന്ന് ഞാനാ പറഞ്ഞത്. അവർ വന്നില്ലായിരുന്നു, പക്ഷേ ഞാൻ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വന്നതാ. നിങ്ങൾ വന്നത് വലിയ സന്തോഷം. ചടങ്ങിൽ പങ്കെടുത്ത് രേവതിയെ അനുഗ്രഹിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ പോകാവൂ. മോളെ രേവതി, ഇവനെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുക എന്ന് അച്ഛൻ പറയാണ്. വാ മോനെ, വാ ആൻറ്റി വാ എന്ന് പറഞ്ഞ് അവരെ രണ്ടുപേരെയും വിളിച്ച് അടുക്കളയിലേക്ക് പോവുകയാണ് രേവതി. ബെഡ് എന്ന് പറഞ്ഞ് മുകളിലെത്തിയപ്പോൾ കട്ടിലിൽ കയറിയിട്ട് നല്ല കളി കളിക്കുകയാണ്. പതുക്കെ എന്ന് പറയാണ് രേവതി. അപ്പോൾ അമ്മ ചോദിക്കുകയാണ്, സച്ചി എവിടെ മോളെ? അദ്ദേഹം ജോലിക്ക് പോയതാ. അപ്പം ചടങ്ങ് നടക്കുകയല്ലേ, അവനിവിടെ വേണ്ടേ? അദ്ദേഹം ഇങ്ങനെയാ. ഓട്ടം കിട്ടിയില്ലെങ്കിൽ ഉറക്കം വരില്ല. കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നില്ലെങ്കിൽ ഒരു സമാധാനവും ഇല്ല. കളയാൻ പിടിക്കുന്നതാ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. ചടങ്ങ് നടക്കുന്നതിന് മുമ്പേ വരും. ആൻറ്റി ഇവിടെ ഇരിക്കും, ഞാൻ ആദിക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. അയ്യോ അതൊന്നും വേണ്ട മോളെ, സമയമായില്ലേ, വിശക്കുന്നുണ്ടാവും അവന്. ചടങ്ങ് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചാൽ കുറച്ച് വൈകും. ചടങ്ങ് എപ്പോഴാ? കുറച്ച് കഴിഞ്ഞാൽ തുടങ്ങും. അമ്മ ഇവിടെ ഇരിക്കും, ഭക്ഷണം എടുത്തിട്ട് വരാം. ആദിക്കുട്ടാ, ഞാൻ ഭക്ഷണം എടുത്തിട്ട് വരാവേ. പിന്നെ കാണിക്കുന്നത് ചന്ദ്രയാണ്. ചന്ദ്ര പറയാണ്, കണ്ടില്ലേ ബാമേ, ഈ പൂവ് കെട്ടുന്നവൾ വരെ ഇവിടെ അധികമാ. അതിനിടയിൽ അവൾ വഴിയെ പോകുന്നവരെയും കൂടി കൂട്ടി വന്നിരിക്കുക. ആരെയും അങ്ങനെ വഴിയെ പോകുന്നവരായിട്ട് കാണണ്ട. ആ കുട്ടി കാരണമല്ലേ ഇന്ന് രേവതി ജീവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞത് ബാമ പറയാ. അതിൻ്റെ നന്ദി സ്നേഹമൊക്കെ രേവതിക്ക് അവനോട് കാണില്ലേ? എടുത്ത വായിക്ക് ചന്ദ്ര പറയാണ്, അവളുടെ ജാതകദോഷ ഇതൊക്കെ കാണുന്നത്, പുഴയിലൊക്കെ വീണത്. അവൾ കാരണം സച്ചിക്ക് അപകടമൊന്നും പറ്റാത്തത് ഭാഗ്യം. എൻ്റെ ചന്ദ്രേ, താനീ ജാതകത്തിനും രാശിയിലൊക്കെയുള്ള പിടിവിട്ടില്ല അല്ലേ? അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വരെ ഞാനിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ വീണ്ടും ചന്ദ്ര പറയാണ്, ഒരു നാൾ അവൾ ഇവിടുന്ന് ഇറങ്ങും, നീ കണ്ടോ? അത് ശ്രുതി ഈ വീട്ടിൽ വലത് കാല് വെച്ച് കയറുന്നതിന് മുമ്പേ വേണം. നടന്നു തന്നെ. ചന്ദ്ര നോക്കാം. അപ്പോഴേക്കും ബാമ എല്ലാ സാധനങ്ങളും ഒരുക്കി വെക്കുകയാണ്. അപ്പോൾ അച്ഛമ്മ ചോദിക്കുന്നു, എടാ സച്ചി എവിടെ? സച്ചി ഇപ്പം വരും അമ്മേ. നീ ഒന്ന് വിളിക്കവനെ, പെട്ടെന്ന് വരാൻ വേണ്ടി പറ. ചടങ്ങ് തുടങ്ങുന്നതല്ലേ ഉള്ളൂ അമ്മേ. അപ്പോഴേക്കും അവനിങ്ങെത്തും. ആളുകൾ വരുമ്പോൾ അവനിവിടെ വേണം. അവൻ വന്നോളൂ, അമ്മ സമാധാനിക്ക്. അപ്പോഴാണ് ചന്ദ്ര അവിടേക്ക് വന്നത്. അപ്പോൾ അച്ഛമ്മ ചോദിക്കുകയാണ്, നീ എന്താ മുറിയിൽ തപസ്സിരിക്കുകയാണോ? ഇവിടെയുള്ള ജോലികളൊക്കെ ആര് ചെയ്യും? നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ ഞാനെന്തിനാ ഇവിടെ? ഇന്നൊരു വിശേഷ ദിവസമല്ലേ, 4 ആൾക്കാർ വീട്ടിൽ വരുന്നതാ. ഒരു നല്ല സാരി ഉടുത്തൂടെ നിനക്ക്? ഇതിനെന്താ കുറവ്? നല്ല സാരിയാണല്ലോ. നല്ല സാരി. ചെല്ല്, രേവതിയെ നന്നായിട്ട് ഒരുക്കിയിട്ട് വാ. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഈ സാരിയും കൂടി മാറ്റിക്കോ. അവളെ ഞാനെന്തിനാ ഒരുക്കുന്നേ? കല്യാണമൊന്നുമല്ലല്ലോ, താലി മാറ്റിക്കെട്ടൽ ചടങ്ങല്ലേ, അതിനിങ്ങനെയൊക്കെ മതി. അച്ഛമ്മ, അത് നീയാണോ തീരുമാനിക്കുന്നേ? എന്നാ അവളെ ഒരുക്കിക്കേ. അപ്പോൾ ചന്ദ്ര പറയാണ്, എനിക്കൊരുക്കാനൊന്നും അറിയില്ല, ഞാൻ ബ്യൂട്ടീഷ്യനൊന്നുമല്ല ഒരുക്കാൻ. അമ്മേ, അത് ഇവളുടെ സമ്മതപ്രകാരമല്ലല്ലോ ഈ ചടങ്ങ് നടക്കുന്നത്, അതുകൊണ്ടാണ് നല്ല സാരിയൊന്നും എടുക്കാതെ പ്രതിഷേധിക്കുന്നത്. പിന്നെ അല്ലേ രേവതി ഒരുക്കാൻ പോകുന്നത്. അത് കേട്ടപ്പോൾ ചന്ദ്ര അവിടെ നിന്ന് മാറിപ്പോയി. അപ്പോൾ അച്ഛമ്മ വിളിക്കാൻ, ഡീ. അപ്പോൾ അച്ഛൻ പറയാണ്, അമ്മ അവിടെ നിന്നേ, അതിൻ്റെ പാട്ടിന് വിട്ടേക്ക് പോട്ടെ. അപ്പോൾ പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അമ്മ ആദിക്ക് ചോറ് വാരി കൊടുക്കുകയാണ്. അമ്മ വാരി കൊടുക്കുന്നതിനിടയിൽ അവൻ ഓടിക്കളിക്കുന്നു. അപ്പോൾ ആദി ഒരിടത്തിരിക്ക്, നീ വീഴും, ഒരിടത്തിരിക്ക്. അമ്മുമ്മേ, എനിക്ക് വെള്ളം വേണം, കുടിക്കുക എന്ന് പറഞ്ഞ് വെള്ളം എടുത്തു കൊടുത്ത്. അപ്പോൾ അവൻ ചോദിക്കുകയാണ്, അമ്മുമ്മേ എപ്പോഴാണ് നമ്മൾ വീട്ടിൽ പോകുന്നത്? പോകാം മോനി, ഭക്ഷണം കഴിക്കേ. എനിക്ക് മതി. അയ്യോ പോരാ, ഇത് മുഴുവൻ കഴിച്ചിട്ടേ പോകാവൂ. പിന്നെ കാണിക്കുന്നത് ബൈക്കിൽ ശ്രുതിയും മീരയും വന്നിറങ്ങുകയാണ്. മീര പറയാണ്, ശ്രുതി ഞാൻ പോവാ. അപ്പോൾ ശ്രുതി, നീ എവിടെ പോകുന്നു? നീയും ഇങ്ങോട്ട് വാ. ഞാനില്ലേ, എനിക്ക് ജോലിയുണ്ട്. അപ്പോൾ ശ്രുതി പറയാണ്, കുറച്ച് നേരത്തെ കാര്യമല്ലേ ഉള്ളൂ, നീയും കൂടി വാ, നമുക്ക് പെട്ടെന്ന് പോകാം, നീയും കൂടി വാ. എനിക്കൊരു കമ്പനി താടി, ഒറ്റയ്ക്ക് ഞാൻ ബോറടിക്കും. നിൻ്റെ ആളുണ്ടല്ലോ അവിടെ, നിനക്കത് മതി. നിന്നെ കണ്ടാൽ പിന്നെ ചുറ്റിപ്പറ്റി കളിക്കും നിന്നെ, പിന്നെ വേറെ എങ്ങും പോവില്ല. ആ കമ്പനി പോരെ നിനക്ക്? നീ വാ, നീ വന്നാൽ പെട്ടെന്ന് ഇറങ്ങാൻ പറ്റും.
നിനക്കൊരിടം വരെ പോകാനുണ്ട്, നിനക്ക് തിരക്കുണ്ടെന്ന് പറഞ്ഞാൽ എനിക്കും വേഗം ഇറങ്ങാലോ. നീ എന്തിനാ പെട്ടെന്ന് ഇറങ്ങുന്നേ? ഇത് നിന്റെ ഫാമിലി നടക്കുന്ന ഫംഗ്ഷനല്ലേ. അവസാനം വരെ കൂടെ നിൽക്കണം. വൈകി ഇറങ്ങിയാൽ മതി. എന്നെ തനിയെ വിട്ടിട്ട് പോകാതെടി. തനിയെ അല്ലല്ലോ, ഞെട്ടാൻ പോകുന്ന വായി നോക്കിയും കുടുംബക്കാരൊക്കെ ഇല്ലേ. അപ്പം നീ വരില്ല? ഇല്ലേ. നീ പറയുന്ന കള്ളത്തരമൊന്നും എനിക്ക് കേട്ട് നിൽക്കാൻ കഴിയില്ലടി. എന്നെ വിട്ടേക്ക്. എന്നും നിന്റെ കള്ളം പറിച്ചിൽ ഞാൻ കേൾക്കുന്നതല്ലേ. ഇന്ന് എനിക്ക് റെസ്റ്റ് താ. നീ എന്തായാലും ഇറങ്ങുമ്പോൾ വിളിക്ക്, ഞാൻ നിന്നെ പിക്ക് ചെയ്യാൻ വരാം. എന്നാ പോട്ടെ എന്നും പറഞ്ഞ് അവൾ പോയി. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. ബാക്കി നാളെ കാണാം. സി യു ഓൾ.